Magical Circus. Powered by Kandam Kulati Kunguma Chandanadi Fairness Oil and Amrita Bindu. Woo! Hey, അല്ല പ്രേക്ഷകരും ഓഡിയൻസ് എല്ലാവരും ശ്രദ്ധിച്ചോ, ഇന്ന് നമ്മുടെ കലേഷേടിന് പതിവിലും കൂടുതൽ ഒരു എനർജി ഉണ്ട്. എന്താ റീസൺ? എന്താ? അതെനിക്ക് തോന്നുന്നത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന അവാർഡ് നൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഐശ്വര്യ റായിയുടെയും കജോളിന്റെയും ഇടയിൽ അകപ്പെട്ട ഷാരൂഖ് ഖാനാണ് ഞാൻ. ഷാരൂഖ് ഖാൻ, രണ്ട് സുന്ദരിമാർ. അത് മാത്രമല്ല, ശ്രദ്ധയെ എത്രയും ദിവസം കണ്ടിട്ടും ഇന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഐശ്വര്യ റായ് ലുക്ക്. എന്ത് സംഭവം അത് മേ ബി ഡ്രസ്സിന്റെ ഒക്കെ ആയിരിക്കും. നമുക്ക് കല്യാൺ സാരീസ് ആണ് ഈ കോട്ടസി, അതിന്റെ ആയിരിക്കും. പിന്നെ കലേഷനെ കണ്ടപ്പോഴും എവിടെ ഒരു കമലഹാസന്റെ, മറ്റേ എ രാമിലേക്ക് ഒരു കമലഹാസന്റെ ചായ, പക്ഷെ വയറ് മാത്രം കുറച്ച് തള്ളി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ബാക്കും അത് എന്തായാലും മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്നൊരു ശ്വാസം വിട്ടോട്ടെ. വിട്ടോളൂ. നമ്മളിന്നൊരു ഫ്രഷ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട്, ചാന്ദിനി. ചാന്ദിനി, സ്വാഗതം. എന്തെങ്കിലും ഒന്ന് പറയാം. എന്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി കൂടി വരിക ചാന്ദിനി അടുത്തേക്കുന്നുണ്ട്. ഈ സുന്ദരിമാരെ അടുത്തേക്കുമ്പോ എന്തോ ഒരു ഭാര്യ കാണാറില്ലേ? ഇന്നത്തെ എപ്പിസോഡ് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ കല്യാണം കഴിച്ച നീയാണോ പറഞ്ഞു കൊടുത്തത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. പിന്നെ ഫുൾ കുറച്ച് നരയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താണെങ്കിലും ഏജ് ആയി, കല്യാണം കഴിച്ചു. Gave you a compliment. I said salt and pepper only with the fashion. അതാണ് അങ്ങനെ പറഞ്ഞു കൊടുക്ക ചാന്ദിനി. സൂപ്പർ സ്റ്റാർ അജിത് സർ ഇല്ലേ? ചാന്ദിനിക്ക് ഒരു സ്പെഷ്യൽ കൈയടി. എല്ലാരും കൈയടിക്ക്. കഴിഞ്ഞ എപ്പിസോഡ് ഐ മീൻ ആദ്യമായിട്ടാണ് ഒരു ഷോയിൽ ലൈക്ക് എന്താ പറയുക, മാജിക്കിൻ്റെ ഡാൻസിൻ്റെ ട്രിക്സിൻ്റെ എല്ലാം ഒരു മിക്സ് ആണല്ലോ. അപ്പം ഡെഫിനറ്റ്ലി ഐ ഡിഡ്ന്റ് ഗെറ്റ് ബോർഡ് ആൻഡ് ഐ ഹാഡ് ഫൺ. ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. നിങ്ങളുടെ ആ റെഡ് സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. യെസ്, അപ്പം ആ ഹോട്ട് സീറ്റിലേക്ക് വിട്ടോളൂ. കാരണം ഇന്നുമുണ്ട് കുറെ അതുപോലത്തെ പെർഫോമൻസുകൾ. മാജിക് ആണോ സർക്കസ് ആണോ അതൊന്നും അറിയില്ല, അത് നമുക്ക് സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ കലേഷ്? എന്താണെന്നൊന്നും പറയുന്നില്ല. കാണാൻ പോണ പൂരം വിളിച്ചറിയിക്കുന്നത് ശരിയല്ലല്ലോ. അതെ, നേരെ ഇരുന്ന ഒരു സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. താങ്ക് യു. Magical Circus powered by Kandam Kulati Kunguma Chandanadi Fairness Oil and Amrita Bindu. ഇന്നിവിടെ ഒരുപാട് പരിപാടികളാണ്. ഒരു പരിപാടി ഇവിടെ നടക്കില്ല. പേടിക്കും, എന്നെ കണ്ട ആരും പേടിക്കും. ഞാൻ ഗർജിക്കുന്ന സിംഹമാണ്. ഞാൻ സിംഹം. താങ്കൾ ആരാ? മൃഗസംരക്ഷണ വകുപ്പിന്ന് വരുവാ. പേര് മൃഗം. അല്ല, മൃഗമല്ല, സാബു. മൃഗം സാബു. എന്താ ചിരിക്കാത്തെ? അല്ല, എനിക്ക് ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പ ചുമ വരും. എനിക്ക് കഫത്തിന്റെ ഒരു അസുഖമുണ്ട്. ശ്രദ്ധയ്ക്ക് ആരും ഇല്ലെന്ന് ഞാൻ കരുതിയതാ. ശ്രദ്ധയ്ക്ക് ഒരു നാഥനുണ്ടായി. ഞാനൊരു മാദക നൃത്തം ആടാൻ വന്ന. എനിക്കാണ് നല്ല വയറുണ്ട്. മാദക നൃത്തം ആടട്ടെ. ഒരാളിനെ തപ്പിയിരിക്കായിരുന്നു സാറേ. വയറൊക്കെ വെച്ച് കറക്റ്റ് ആയിരിക്കും. സാർ കളിക്കോ? നന്നായിട്ട് കളിക്കാം. അത് ശരി, ഞാനൊരു തമാശ പറഞ്ഞപ്പോ അതിനകത്ത് കയറി കളിക്കുക. എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. ഞാനിവിടെ മൊത്തം സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇവിടത്തെ എല്ലാ മൃഗത്തിന്റെ ലൈസൻസ് ഞാൻ കട്ട് ചെയ്യും മോനെ. അതിന് വണ്ടി ഓടിക്കുന്ന മൃഗങ്ങളൊന്നും ഇവിടെ ഇല്ല സാറേ. ലൈസൻസ് അല്ല, സൈലൻസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സത്യമായിട്ട് ഇവിടെ വണ്ടി ഓടിക്കുന്ന മൃഗങ്ങളില്ല സാറേ. മണ്ടത്തരം പറയാതിരിക്കും, അത് ഞങ്ങളുടെ പണിയാണ്. മണ്ടത്തരം പറയല്ലോ. ഇത് ശരിയാവില്ല. അത് ഈ തമ്പ് ഞാൻ പൂട്ടിക്കും മോനെ. ഇവിടെ ഞാൻ നോക്കും, ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഭാഗപ്പെടേണ്ടെങ്കിൽ തമ്പ് ഞാൻ പൂട്ടിച്ചിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഊഞ്ഞാലാട്ടക്കാരിയാ സാറേ. പൊടി അവിടുന്ന് പൊടി. ഞാൻ വന്നപ്പോ കണ്ട ഈ കൊച്ചിന്റെ മുഖത്ത് വിഷമം, നല്ല വിഷമമുണ്ട്. കംപ്ലീറ്റ് സങ്കടം കരഞ്ഞ് തീർത്തിട്ട് നെഞ്ചത്തിന് പോകാൻ. എന്താ പേര്? രാജ് കലേഷ്. ഇങ്ങനത്തെ പേരൊക്കെ ഇടൂ സാറേ? എന്റെ പേര് പറഞ്ഞ നിന്നോട് ആരാടാ പറഞ്ഞ ഇവിടെ നിന്ന് ഈ ആവശ്യമില്ലാത്ത പേരൊക്കെ വിളിച്ചോ? നീ പോയേ. ഞാൻ പോട്ടെ. നീ പോട്ടെയോ? ഞാനോ?
നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? സോറി, ഞാൻ പൊക്കോളാം. ബൈ. അവൻ പോട്ടയാണെങ്കിൽ നീ മുരിങ്ങൂര്. എന്താ പേര്? ശാന്തി. എന്റെ സമാധാനം കളയും. ശാന്തിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് 1ഉം 2ഉം പറഞ്ഞിരിക്കാം. 1ഉം 2ഉം പറഞ്ഞിരിക്കാ സാറേ. പക്ഷെ 6 കഴിഞ്ഞാ പിന്നെ എത്രാന്ന് എനിക്ക് അറിഞ്ഞൂടാ സാറേ. ശാന്തി കല്യാണം കഴിച്ചതാണോ? അല്ല സാറേ. എന്താ ചൊവ്വാദോഷ? പേരുദോഷ. എന്റെ ദൈവമേ. ശാന്തി, ഞാൻ അങ്ങ് ഭയങ്കര സന്തോഷവാനാണ്. ഞാനും സാറേ. ആണോ? ശാന്തി ഒരു പൂവാണെങ്കിൽ ഞാൻ അതിനകത്ത് കൂനുള്ള വണ്ടാകും. ശാന്തി കാർമേഘമാണെങ്കിൽ ഞാൻ പെയ്തിറങ്ങുന്ന മഴയാകും. അതെ അതെ അതെ. അപ്പൊ സാറേ ഞാനൊരു മരമാണെങ്കിലോ? ഞാൻ അതിനകത്ത് കേറിയിരിക്കണ കൊരങ്ങനാവും. ശാന്തി കൊരങ്ങൻ. എന്റെ കൊരങ്ങോ. എന്തോ എന്റെ കൊരങ്ങോ. എന്തോ. സാറേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സാറേ? ചോദിക്ക് ശാന്തി, ചോദിക്ക് ശാന്തി. ചോദിക്കട്ടെ? ചോദിക്ക്. സാറേ സാർ ഈ തമ്പ് പൂട്ടുവോ സാറേ? തമ്പ് ഞാൻ പൂട്ടും. കാരണം ഇവിടുത്തെ ഒരു വ്യവസ്ഥ ശരിയല്ല. തന്നെയല്ല, ഏറ്റവും കൂടുതൽ എന്നെ വെറുപ്പിച്ച് കളഞ്ഞത് മെനകെട്ടവനാ. അവൻ ഒറ്റൊരുത്തം കാരണം ഈ തമ്പ് ഞാൻ പൂട്ടിച്ചിരിക്കും. പൂട്ടിക്കും. നീ നോക്ക, ഈ തമ്പ് ഞാൻ പൂട്ടിച്ചിരിക്കും. സാർ പൂട്ടിയോ? പൂട്ടിക്കും. പൂട്ടിക്കോ? പൂട്ടിക്കും. പൂട്ടിക്കോടാ? പൂട്ടിക്കും. പൂട്ടിക്കോടാ? പൂട്ടിക്കോ? നീ തമ്പ് പൂട്ടിക്കോടാ? പൂട്ടിക്കോടാ? ഇല്ലെന്നേ. പൂട്ടോ? പൂട്ടോ? ഇല്ല. പൂട്ടോ? എന്റെ വീടിന്റെ വാതിൽ പോലും ഞാൻ പൂട്ടൂല. പോരെ? എടാ സാറ് എനിക്ക് വേണ്ടി സാറിന്റെ മനസ്സ് തുറന്നിടുവോ? നിനക്ക് വേണ്ടി മനസ്സല്ല, ഞാൻ എന്റെ ഹൃദയം വരെ തുറന്നിടും. ആണ്. ഷർട്ടിന്റെ ബട്ടൺസ് പോലും ഞാൻ ഇടൂല. പോരെ? തുറന്നിട്ടുമ്പോഴേ അവിടെ പട്ടി കയറി പ്രസവിക്കാതെ നോക്കണം. ഒന്നുമില്ല. പോയിക്കോ. ടാറ്റാ. ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. സംഭവം വെച്ചോണ്ടിരിക്കുക. നിന്നോടൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വരുമ്പോ ഡീൽ ചെയ്യുന്ന എങ്ങനെയാന്ന് പോലും അറിയത്തില്ല. കേറി അങ്ങ് ഇരുന്നല്ലേ മേളില്. ഇങ്ങനെ ഡീൽ ചെയ്യാൻ ചേച്ചിക്കുള്ള കഴിവ് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇനി തമ്പ് പൂട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ പൂട്ടി അങ്ങനെ സീലും അടിച്ചിട്ട് പോയേനെ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് താങ്ക്സ് ചേച്ചി. ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ ചേച്ചി. അല്ല, പുള്ളി ആദ്യം കോമഡി പറഞ്ഞോണ്ടാ ചേച്ചി ഞാൻ കോമഡി പറഞ്ഞത്. ഇതിപ്പോ എന്താ കാര്യം എന്നറിയോ? ഈ തമ്പിന്റെ വാസ്തു ശരിയല്ല. ആണോ? നിങ്ങൾ ആദ്യം വാസ്തു നോക്കിക്കണം. നല്ലൊരു നോക്കിച്ചായിരുന്നല്ലോ അല്ലേ? ഇല്ലേ, വാസ്തു നോക്കുന്ന കാര്യമല്ല, വാസ്തു നോക്കണം. വാസ്തു നോക്കിയിട്ടില്ല. വാസ്തു നോക്കി ഒരാളെ വിളിച്ച് വാസ്തു നോക്കിച്ചിട്ട് ഇതിന്റെ ദോഷങ്ങളെല്ലാം പരിഹരിക്കണം. എവിടെ പിള്ളേരെന്തി? അറുമുഖ ബാബു വാ. ഈ വാസ്തുപുരുഷന്റെ കിടപ്പ് ശരിയല്ല. പുള്ളിക്ക് എന്ത് പറ്റി? പുള്ളിക്ക് മൂത്രത്തിക്കല്ല ഒരൊറ്റ വെട്ടിയാൻ പറ്റുമായിരുന്നു. നിനക്ക് എവിടെ കിടന്നവനാണ്? വാസ്തു പുരുഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? അടുത്തതായ ഒരു ഉഗ്രൻ പെർഫോമൻസ് ആണ് നമ്മുടെ വേദിയെ തേടിയെത്തുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഞാനാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ഒരാളാണ്. ഇത് പറയുന്നത് മാത്രമല്ല, ശരിക്കും പ്രവൃത്തിയിലും കാണിക്കുന്ന ആളാണ്. ഓക്കെ, നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ വളരെ റയർ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരുന്ന അദ്ദേഹം അല്ലേ? മല്ലിക. യെസ്, നമ്മുടെ പ്രഭാക് മല്ലികയാണ് അടുത്തതായി വേദിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആക്ടിന്റെ പ്രത്യേകത, ഇന്നത്തെ ആക്ടും പ്രീമിയർ ഷോ ആണ്. ആദ്യമായിട്ട് ഒരു ടെലിവിഷനിലൂടെ അദ്ദേഹത്തിന്റെ ഈ മാജിക്കും ഇന്നാണ് പുറം ലോകം കാണാൻ പോകുന്നത്. സന്തോഷമായോ? തീർച്ചയായിട്ടും. ചാന്ദിനി, സന്തോഷമായോ? എക്സ്ക്ലൂസീവ് ആണ്. യെസ്, എക്സ്ക്ലൂസീവ് ആണ്. യെസ്, നമുക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? വിളിക്കാം. യെസ്, പ്രഭാക് മല്ലിക.
This is Grand Magical Circus powered by Kandam Kulati Kunkuma Chandanadi Fairness Oil and Amrita Bindu. പ്രഭാത് സാറും അനാനും കൂടെ കൂടിച്ചേർന്ന പിന്നെ ബാക്കിയുള്ള പൂരം പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരിക്കും നമ്മളിനി പിന്നെ പ്രഭാക് മല്ലികയും അനാൻ ബാബും ഈ ഷോയുടെ ഐശ്വര്യം ഇവിടെ എഴുതി വെക്കേണ്ടി വരുമെന്നാ തോന്നുന്നു.
താങ്ക് യു സോ മച്ച്. ഓരോ തവണയും നമ്മൾ വന്നിട്ട് ഞെട്ടിച്ചിട്ട് പോവാണ്. പ്രഭാക് മല്ലിക ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് തന്നിട്ട് പോകുന്നത്. Yes. അപ്പോൾ ഇത്തവണയും അതുപോലെ തന്നെ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. Okay. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് പോലും പെട്ടെന്ന് കുള്ളനായപ്പോഴത്തേക്ക് ഒരു എക്സ്പ്രഷൻ, ആ സമയത്ത് മൈക്കില്ലായിരുന്നുകൊണ്ട് സൗണ്ട് കിട്ടി കാണില്ല. അതെ. വോ ആ എക്സ്പ്രഷൻ ഒന്നുകൂടെ വോ. ചാന്ദിനി ഫസ്റ്റ് ടൈം ആയിരിക്കും ഇവരുടെ പെർഫോമൻസ് നേരിട്ട് കാണുന്നത് അല്ലേ? അതെ അതെ. അതെ. അപ്പം അതല്ല, അത് താഴോട്ട് പോയത് ഇറ്റ് വാസ് ലൈക്ക് സർപ്രൈസിങ് ബിക്കോസ് ആ ഒരു പ്രിപ്പറേഷൻ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ് ജസ്റ്റ് വെന്റ് ഡൗൺ റിയലി ക്വിക്ക് ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. Okay. ഇന്നിവിടെ അതിഥികളായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള സദസ്സിന് എന്താ തോന്നിയത്? എങ്ങനെയുണ്ടായിരുന്നു മാജിക്? നന്നായോ? ഇഷ്ടമായി. അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഒരു ആക്ട് ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഓക്കെ. സർക്കസ് കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഇല്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീല് നേരിട്ട് ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോ? നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പം നല്ല രസമുണ്ട്. കൊള്ളാം. ഇനി നമ്മുടെ മെജീഷ്യൻ എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ? എന്താണ് ഫീഡ്ബാക്ക്, കിട്ടിയ ഫീഡ്ബാക്കുകളിൽ നിന്നൊക്കെ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ മജീഷ്യൻസ് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ ഇത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ പുതുമയുള്ള ഒരു കുറേ മാജിക്കുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഓരോ പെർഫോമൻസും. This is Grand Magical Circus powered by Kandamkudati Kunguma Chandanadi Fairness Oil and Amrita Bindu. വീട്ടില് സമാധാനം കിട്ടാനായിട്ട് എവിടെ കിടന്നുറങ്ങണം? സിമ്പിൾ അല്ലേ അത്? താൻ രാത്രി പായും തലേണ എടുത്തോണ്ട് മുറ്റത്ത് പോയി കിടക്ക, വീട്ടുകാർക്കെങ്കിലും സമാധാനം കിട്ടട്ടെ. ചിരിക്കണ്ട, രണ്ടാളിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് Powered by Kandamkudati Kunguma Chandanadi Fairness Oil and Amrita Bindu. അപ്പോൾ ഇനി വേദിയിലേക്ക് വരാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരാണ്. ആരാണ്? മുകേഷ് ആൻഡ് താനിയ. ഇവർക്കില്ലാത്ത അവാർഡുകളൊന്നുമില്ല. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ, ഒരുപാട് രാജ്യങ്ങളിൽ പെർഫോം ചെയ്ത്, ഈവൻ റഷ്യക്കാരാണ് സർക്കസിൽ ഏറ്റവും ടോപ്പ് എന്നാണ് പറയുന്നത്. അവരുടെ കൂടെ പോലും പെർഫോം ചെയ്ത് കരുത്ത് തെളിയിച്ച നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം മുകേഷും താനിയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. മുകേഷ് ആൻഡ് താനിയ. This is Grand Magical Circus powered by Kandamkudati Kunguma Chandanadi Fairness Oil and Amrita Bindu.
क्या हो गया नजर मिलते ही कहाँ खो गया जरा देर में क्या हो गया नजर मिलते ही कहाँ खो गया भीड़ में लोगों की वो है और प्यार के मेले में अकेला कितना हूँ मैं यहाँ दिल क्यों ये मेरा शोर करे दिल क्यों ये मेरा शोर करे इधर नहीं उधर नहीं तेरी ओर चले शुरू हो गई कहानी मेरी मेरे दिल में बात मेरी शुरू हो गई कहानी मेरी मेरे दिल ने बात न मानी मेरी हद से भी आगे ये गुजर ही गया खुद भी परेशान हुआ मुझको ये कर गया दिल क्यों ये मेरा शोर करे दिल क्यों ये मेरा शोर करे इधर नहीं उधर नहीं तेरी ओर चले എന്താ പറയാ നെവർ സീൻ എനിത്തിങ് ലൈക്ക് ദിസ് ബിഫോർ ഇങ്ങനെ ഒരു ആക്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇറ്റ്സ് ട്രൂലി അമേസിങ് എന്താ പറയുക ബ്രെത്ത് ടേക്കിംഗ് വാക്കുകളില്ല പറയാനായിട്ട് ആ ഒരു മേലെ നിന്നിട്ട് ഈ ടേണൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് അവിടെ നിന്ന് പറയായിരുന്നു നമുക്കത് താഴത്തേക്ക് വീഴോ ഒരിക്കലും ഇല്ല ഇവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നതാണ് പക്ഷെ എന്നാലും നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കായിരുന്നു ഒരു കിടിലം വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു താങ്ക് യു സോ മച്ച് नहीं ये एक्ट पर आप सिर्फ सपोर्ट किया जी 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 लेकिन आप बहुत अच्छे से किया जी क्योंकि वो हाथ पर वो बांध लिया था उसके बाद पैर पर जी सो वो सब टाइम पर उसकी फेस पर टेंशन है लेकिन वो मुस्कुराकर वो टेंशन आपकी चेहरे पर टेंशन कुछ भी नहीं है आप फुल टाइम मुस्कुरा के बहुत खूबसूरत है बहुत अच्छा जब अभी जो बेबी होने के बाद अभी तक हम लोग कोई रियलिटी शो नहीं किया मैं फर्स्ट टाइम आपका ग्रैंड मैजिक सर्कस कर रहा हूँ इसलिए हम लोग बहुत खुश हैं थैंक यू हमें यहाँ बुलाने के लिए दिल से हम लोग शुक्रिया करना चाहते हैं हम लोग बहुत खुश हैं यहाँ पर परफॉर्म करके ഓക്കെ ഇതിനകത്ത് ഒരാൾക്കൂടെ നന്ദി പറയാനുണ്ട് സാധാരണ എപ്പോഴും अगर आगे भी और भी कुछ मौका मिलेगा तो हम लोग कुछ नया एक्ट लेके आएंगे ഡെഫിനറ്റ്ലി Definitely, നമ്മൾ definitely. അതിനെ വെയിറ്റ് ചെയ്യാണ് വി ആർ വെയിറ്റിംഗ് യെസ് വി ആർ വി ആർ വെയിറ്റിംഗ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഫോർ ദാറ്റ് ഓക്കെ ഒരാളോട് കൂടി ഒരുപാട് നന്ദി പറയാനുണ്ട് അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും പല റിയാലിറ്റി ഷോസിന് വേണ്ടിയിട്ടും കോർഡിനേറ്റേഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് പിഴിയും നന്നായിട്ട് പൈസ അവരുടെ നിന്ന് വാങ്ങിക്കും ഒരുപാട് Yes. കമ്മീഷൻ വാങ്ങിക്കും പക്ഷേ വളരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ്
സന്ദീപ് എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യ ഒഡീഷക്കാരനാണ് നമുക്ക് ഇവരെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കോർഡിനേറ്റർ. സന്ദീപിനെ ഞാൻ ഒരു നിമിഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് താനിയ ആൻഡ് മുകേഷ്. Once again, thank you so much. This is Grand Magical Circus, powered by Kandam Kolati Kunguma Chandanadi Fairness Oil and Amrita Bindu. ഈ വാസ്തുപുരുഷന്റെ കിടപ്പ് ശരിയല്ല. പുള്ളിക്ക് എന്ത് പറ്റി? പുള്ളിക്ക് മൂത്രത്തിക്കല്ല വെട്ടിയാൻ പറ്റും. ഇതൊക്കെ എവിടെ കിടന്നവരാണ്? വാസ്തു പുരുഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? This is Grand Magical Circus, powered by Kandam Kolati Kunguma Chandanadi Fairness Oil and Amrita Bindu. തിരുമേനി വാ, തിരുമേനി വന്നാട്ടെ. തിരുമേനി വരുന്നു. ശാന്തി ചേച്ചി. എന്തും ഭംഗിയായിരിക്കുന്നു. ചെവല ലൈറ്റ്, പച്ച ലൈറ്റ്, മഞ്ഞ ലൈറ്റ്, മനോഹരമായിരിക്കുന്നു. എനിക്ക് പോകാൻ തോന്നുന്നില്ല. തിരുമേനി നമ്മൾ ഇങ്ങോട്ട് വരുന്നിടം വരെ തിരുമേനിയുടെ ഭാഷ ഇതല്ലായിരുന്നല്ലോ. ഇങ്ങോട്ട് വന്ന് കേറിയപ്പോ എന്താ ഇല്ല ഇല്ല ഇങ്ങനൊക്കെ പറയുന്നത്? സന്ധ്യക്ക് വരൂ. കുറെ മാന്യന്മാരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചാലേ എനിക്കൊരു മാന്യത കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ശൈലി മാറ്റി പിടിച്ചത്. നാട്ടിക്കാനാണോ വിളിച്ചു വരുന്നത്? എന്താ താമസത്? ഞാൻ താമസിച്ചത് എന്താന്ന് വെച്ചാൽ മോമിന്റെ JCB വേറൊരു സൈറ്റിൽ കൊണ്ടുപോയിരിക്കുകയാണ്. വരാൻ താമസിച്ചു. JCB ഞാൻ ഈ വാസ്തു നോക്കുന്ന ആളല്ലേ. ഞാൻ എവിടെയെങ്കിലും വാസ്തു നോക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പൊളിക്കാൻ കാണും. അപ്പൊ നാം എന്ത് ചെയ്തു? ഒരു JCB ഇങ്ങോട്ട് വാങ്ങി. അപ്പൊ അതിന്റെ വാടക നമുക്ക് കിട്ടുമല്ലോ. JCB ഉണ്ട്, വെളിയിലുണ്ട്. അപ്പൊ നമ്മൾ വാടക തരണല്ലേ അതിന്റെ? പിന്നെ തീർച്ചയായിട്ടും തരണം. ത്രികാലജ്ഞാനി. അതെ. അപ്പൊ അങ്ങോട്ട് തുടങ്ങാല്ലേ? തുടങ്ങാം തിരുമേനി. എന്താ ഈ കാണിക്കുന്നത്? അങ്ങോട്ട് മാറി നിക്ക. വാസ്തുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തിരുമേനി? വാസ്തുവിന്റെ പ്രശ്നമല്ല. അവിടെ ഒരു ലൈറ്റിന്റെ പ്രശ്നമുണ്ട്. തലേ വീണാൽ ഈ പ്രോഗ്രാം മുടങ്ങും. അതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കാന്ന് പറഞ്ഞത് മനസ്സിലായോ? അല്ല, ഒരു വാസ്തു വിദഗ്ധൻ ഈ വേദിയിലേക്ക് വന്നാൽ ഒന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. എന്താണ് അത് തിരുമേനി? ഈ വീട്ടില് സമാധാനം കിട്ടാനായിട്ട് എവിടെ കിടന്നുറങ്ങണം? സിമ്പിൾ അല്ലേ അത്? താൻ രാത്രി പായും തലേണ എടുത്തോണ്ട് മുറ്റത്ത് പോയി കിടക്ക. വീട്ടുകാർക്കെങ്കിലും സമാധാനം കിട്ടട്ടെ. രണ്ടാളിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അല്ല തിരുമേനി, ഞാനൊരു കാര്യം കേട്ടു. എന്താ കേട്ടത്? താൻ കേട്ടോ? ഇല്ല, ഞങ്ങളാരും കേട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ കേട്ടോ? അതല്ല, എന്റെ അടുത്ത് ഒരാള് പറഞ്ഞു നമ്മുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് ചെടി നട്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കര അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരിയാണോ? അതെന്റെ ഒരു സുഹൃത്താണ്. പക്ഷേ സംഭവിക്കില്ല. ഉദാഹരണത്തിന് നാം എന്റെ വീടിന്റെ വടക്ക് ഭാഗത്ത് ഒരു ചെടി നട്ടു, ഔഷധ ഗുണമുള്ള ഒരു ചെടി. എന്നിട്ട് എന്താ കഥ? പോലീസുകാർ പിടിച്ചു, ജയിലിലടച്ചു. എന്ത് ചെടിയാ നട്ടെ? ഏത് ചെടിയാ നട്ടെ? എന്റെ തിരുമേനി അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ ഈ വാസ്തു ഒന്ന് നോക്ക്. ഞാനെന്തിനാണ് നിങ്ങളുടെ വസ്തു നോക്കുന്നത്? നിങ്ങളുടെ വസ്തു നോക്കണ്ട നിങ്ങളല്ലേ. എന്റെ വസ്തു നോക്കത്തുള്ളൂ. വാസ്തു ഇതിന്റെ വാസ്തു ഓക്കെ വാസ്തു നോക്കണം അല്ലേ? എന്താ തിരുമേനി? വാസ്തു നോക്കുന്ന ബൈനോക്കുലർ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാ ഇങ്ങനെ നോക്കണേ. എന്താ വാസ്തു? എന്താ തിരുമേനി ഒന്ന് പറ. ഒരു കുഴപ്പമുണ്ടല്ലോ. ശാന്തി ഇവിടെ വരിക. കണ്ടോ? വാസ്തുപുരുഷന്റെ കിടപ്പ് കണ്ടോ? തിരുമേനി മര്യാദക്ക് സംസാരിക്കണം. ഞാൻ ഈ ടെന്റിൽ കിടന്ന് ഡാൻസും കൂത്തും ഒക്കെ കാണിക്കും എന്ന് വെച്ചേ ഞാൻ ഒരു പുരുഷന്റെ കിടപ്പ് കാണാൻ പോയിട്ടില്ല കേട്ടോ. മര്യാദക്ക് സംസാരിക്കണം, മര്യാദക്ക്. ശാന്തി, നിനക്ക് എന്നാത്തിന്റെ കേടാടി? ഓത്തിനറിയോ എന്താന്ന്? വാസ്തു പുരുഷൻ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? വാസ്തു പുരുഷന്റെ കിടപ്പ് ശരിയല്ല. ആണോ? ഈ വാസ്തു പുരുഷന്റെ കിടപ്പ് ശരിയല്ല. പുള്ളിക്ക് എന്ത് പറ്റി? പുള്ളിക്ക് മൂത്രത്തിക്കല്ല വെട്ടിയാൻ പറ്റും. ഇതൊക്കെ എവിടെ കിടന്നവരാണ്? വാസ്തു പുരുഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? അറിയില്ല. വാസ്തുവിൽ എങ്ങനെ വിലങ്ങ കിടക്കുന്ന ഒരു ദേവനാണ്.
ആ ദേവന്റെ കിടപ്പ് വശിച്ചാണ് നമ്മൾ ഇതിന്റെ ഈ ഐശ്വര്യം നിർണ്ണയിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ കന്നിമൂല എവിടെയാന്ന് അറിയാവോ? അറിയില്ല. കണ്ടുപിടിക്കാം. ഇത് വിശ്വാസമേ ഇല്ലെങ്കിൽ കന്നിമൂല കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണമാണിത്. ഏത് മനസ്സിലായില്ലേ? ഇതോ കന്നിമൂല ഞാൻ കണ്ടുപിടിച്ച് കാണിക്കാം. പറഞ്ഞില്ലേ ദിവ്യനാ. ഇരു കൈകളും കൂപ്പി പ്രാർത്ഥിച്ച് നിൽക്കുക. അതിങ്ങ് എടുത്തോണ്ട് വരിക. പിന്നെന്തിനാ കോരി വിട്ടത്? എടുത്തോണ്ട് വരാനാണെങ്കിൽ പിന്നെ എന്തിനാ എറിഞ്ഞ്? അല്ല ഇയാൾക്ക് വല്ല കുഴപ്പം വല്ല ഉണ്ടോ എടുത്തോണ്ട് വരുന്നത്? പിന്നെ ചുമ്മാ അവിടെ നിന്നാ പോരെ. എന്തൊരു കഷ്ടമാണെന്ന് പറയാ. ശിരസിലേക്ക് വെക്കുക. അത് ശിരസിൽ വെക്കുക. താഴോട്ട് ഇടുക. ഇതാണ് ഇതിന്റെ കന്നിമൂല. ഇതാണ് അതിന്റെ കന്നിമൂല. അതാണ് കന്നിമൂല. അതെങ്ങനെ മനസ്സിലായി? കമ്പ് വന്ന് വീണത് ഇവിടെ അല്ലേ? അപ്പൊ ഇതാണ് കന്നിമൂല. ഇതാണോ കന്നിമൂല? ഇതിന്റെ ഈ ഭാഗത്തൂന്ന് ശിവ എന്താ നാം കാണുന്നത്? അത് ടോയ്ലറ്റ്. കേട്ടിട്ടില്ലേ തിരുമേനി? ഇതുവരെ കേട്ടിട്ടില്ല. ടോയ്ലറ്റ്. അതാ ടോയ്ലറ്റ്. പോകണമെന്നൊരു ചെറിയ ആഗ്രഹം തോന്നുന്നു. ഇപ്പോഴോ? അല്ല, എന്ത് അസംബന്ധമാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്? എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്? അത് ഏത് ഭാഗമാണെന്ന് അറിയാമോ? അറിയില്ല. അത് അഗ്നികോണാണ്. അഗ്നികോണിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല. അയ്യോ തിരുമേനി, അഗ്നികോണിൽ ടോയ്ലറ്റ് വന്നാൽ എന്താ പ്രശ്നം? അഗ്നികോണിൽ ടോയ്ലറ്റ് വന്നാൽ ചൂടടിക്കില്ലടാ. അടിക്കില്ലേ? ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണോ സംശയം ചോദിക്കാണല്ലോ? വെണ്ണീർ അടങ്ങിപ്പോകും. മനസ്സിലായോ? ശരിയാണല്ലോ. അത് പൊളിച്ചു മാറ്റുക. ദോഷമാണ്. അയ്യോ അത് പറ്റില്ല. തിരുമേനി 40 ലക്ഷം രൂപ മുടക്കി ചെയ്തത് കഴിഞ്ഞ ആഴ്ച പൂർത്തിയായത്. അത് പൊളിക്കാൻ പറ്റുമോ? 40 ലക്ഷം രൂപ മുടക്കി കക്കൂസ് പണിഞ്ഞിരിക്കുന്നു. അതെന്നാ സ്വർണം കൊണ്ടാണോ പണിഞ്ഞേക്കുന്നത്? അല്ല തിരുമേനി, അതല്ല. ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യാൻ തരില്ലേ? വെളിയിൽ നിന്നൊക്കെയുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ഇനി ഒന്നും ആലോചിക്കാനില്ല. അതങ്ങ് പൊളിച്ചു കളയാ. തിരുമേനി പറഞ്ഞ അച്ചിട്ടാ അതങ്ങ് പൊളിച്ചു കളയാ. ഇടാ അറുമുഖ ബാബു കേറി വാടാ. കേറി വാ. അയ്യോ വിളിച്ചതേ ഉള്ളതേ വന്ന് കിടന്ന് തുള്ളുന്നു. എന്തിനാടാ തുള്ളുന്നത്? നിന്നോടൊക്കെ പറഞ്ഞോ ഇത് പൊളിക്കാൻ? ഒരു ഉരുള വിട്ട് തിന്നാനുള്ള ജീവനില്ല. പോയിട്ടകത്ത് ഞാനിത് പൊളിപ്പിച്ചോളാം. കൃഷ്ണൻകുട്ടി JCB വെച്ച് അത് പൊളിച്ചേടാ. ഒന്നും നോക്കണ്ട, പൊളിച്ചേരെ. മൊത്തം പൊളിച്ചു കളയാറേ. ഓക്കെ. അങ്ങനെ നടക്കട്ടെ. അത് ഇപ്പോ ഇവിടുത്തെ എല്ലാ ദോഷങ്ങളും മാറി, എല്ലാ അനർത്ഥങ്ങളും മാറിയിരിക്കുകയാണ്. മാറിയോ? വാസ്തുപ്രകാരം ഇപ്പൊ ഈ വസ്തുവിന് ഒരു ദോഷവുമില്ല. ഈ കെട്ടിടത്തിന് ഒരു ദോഷവും ഇല്ല. ഇനി ഒരു കർമ്മം കൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ജോലി പൂർത്തിയാക്കി എന്റെ JCBയുടെ വാടകയും എന്റെ ഫീസും മേടിച്ചോണ്ട് എനിക്ക് അങ്ങ് പോകാം. ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും നേരത്തെ അങ്ങോട്ട് മാറി നിൽക്കും. എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കണ്ണടയ്ക്കുക. കണ്ണടച്ചോ? കൈ കൂപ്പുക. ഇഷ്ട ദൈവങ്ങളെ അങ്ങോട്ട് പ്രാർത്ഥിച്ചോളുക. ഇഷ്ട ദൈവങ്ങളെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളുക കേട്ടാ. ഇതെന്നാടാവേ മൂടും തിരിഞ്ഞു നിൽക്കുന്നേ? നിങ്ങൾക്ക് എന്നോട് വല്ല വൈരാഗ്യം വല്ല ഉണ്ടോ? പിന്നെന്തിനാ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നേ? തിരുമേനി ഇതല്ലേ കിഴക്ക്? ഇതാ കിഴക്ക്. അയ്യോടാ എന്താ? അപ്പൊ ടോയ്ലറ്റ് എന്ന സ്ഥാനം കറക്റ്റ് ആയിരുന്നല്ലോ. ഇതാ കിഴക്കെങ്കില് ആ ടോയ്ലറ്റ് നിന്ന സ്ഥാനം കറക്റ്റ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ പ്രാന്താണ് ഇതൊക്കെ കാശ് മുടക്കി ഉണ്ടാക്കിയിട്ട് സാധനം പൊളിച്ചുകളെ. പറഞ്ഞത് ചേച്ചി 40 ലക്ഷം രൂപയുടെ സാധനം പൊളിച്ചിട്ടേക്കുന്നത്. ഒരുമാതിരി പുറത്തോന്നെ പറയരുത് കേട്ടോ. നിങ്ങൾ ഒരൊറ്റ ഒരാൾ പറഞ്ഞിട്ടില്ലേ അത് പൊളിച്ചിട്ടത്? നിങ്ങൾ ഇങ്ങനെ പറയുന്നോ? അതെ, എന്നോട് ഇങ്ങനെ ചൂടാകേണ്ട കാര്യമില്ല. എന്തൊരു സംഭവം നടന്നാലും അതിന് പ്രതിവിധിയില്ലേ? ഉണ്ടോ? നിങ്ങളിപ്പോ എന്നോട് ഇങ്ങനെ മെക്കെട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? ഒരു സമാധാനം വേണ്ടേ? ഉണ്ടോ? എന്ത് കാര്യത്തിലും ഒരു പ്രതിവിധിയുണ്ട്. കാര്യം ചെയ്യാ, ഒന്നുകൂടെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കൈ കുപ്പി കണ്ണടച്ച് നല്ല ആത്മാർത്ഥമായിട്ടൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ഈ പ്രാർത്ഥന ഞാൻ അങ്ങ് വീട്ടിൽ ചെല്ലുന്നിടം വരെ പ്രാർത്ഥിച്ചോണം. എന്നിട്ടേ കണ്ണു തുറക്കാവൂ.
Check this out. Turn the volume up. എലിയെപ്പോലെ ഇരിക്കുന്നവളൊരു പുലിയെപ്പോലെ വരുന്നത് കാണാം. എന്താ പേര്? മേഘ. മേഘ എന്ന് പറഞ്ഞാൽ മേഘം പെയ്തിറങ്ങിയ മാതിരിയായിരുന്നു. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു മേഘയുടെ. ആ ചക്രത്തിന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒന്നൊന്നരയായിരുന്നു. അത് കയ്യിലും കാലിലും. നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദി ഇതുപോലെ എല്ലാ പെർഫോമൻസും ഭയങ്കര എന്താ പറയാ അടിപൊളിയാണ്. പക്ഷെ ചില പെർഫോമൻസുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല പല പല കാരണങ്ങൾ കൊണ്ട്. ഇതിനെ പറയേണ്ട പേരെന്താണെന്നറിയോ? എന്താണ്? തീപ്പൊരി പ്രകടനം. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇതൊരു തീപ്പൊരി പ്രകടനമായിരുന്നു.
മേഘ എന്തായാലും 2 വാക്ക് സംസാരിക്കാതെ ഞങ്ങൾ മേഘ എന്തായാലും 2 വാക്ക് സംസാരിപ്പിച്ചേ വിടുള്ളൂ. എൻ്റെ പേരൻസ് സാറ് ഇവിടെ വരെ എത്തിച്ചത്. അപ്പൊ കൂട്ടുകാരൊന്നും ചെയ്തില്ലേ? ഉള്ളതാണല്ലോ. ഓക്കെ ഓക്കെ. അത് പറഞ്ഞപ്പോഴാണ് പാരൻസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അതായത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ, അതായത് ഇങ്ങനെ ഒരു ആക്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി എനിക്കത് മനസ്സിലാക്കാം. ഞാൻ അവിടെ നിന്ന് കുറേ പ്രാവശ്യം നിങ്ങളുടെ ഫേസിൽ എക്സ്പ്രഷൻസ് നോക്കിയിരുന്നു. എന്താ പറയുക, അപ്പം ഇങ്ങനെ ഒരു ഇതിലേക്ക് വിടാനായിട്ടുള്ള ആ ഒരു സപ്പോർട്ടും എല്ലാത്തിനും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കുട്ടികളുടെ പാരൻസ് മുഴുവൻ ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ? വളരെ സാഹസികമായ ഒരു ആക്ടാണ്. പ്രത്യേകിച്ച് പുറത്തൊക്കെയുള്ള സ്റ്റേജിൽ പോകുമ്പോഴത്തേക്ക് ഇത് ഫയർ ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം, ഒരുപാട് കേർട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അപകടം നിറഞ്ഞൊരു ആക്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ പാരൻസിന് ടെൻഷനൊന്നും ഇല്ലായിരുന്നു ഇത് തുടങ്ങുമ്പോൾ? തീർച്ചയായും ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര പേടിയായിരുന്നു കാണുമ്പോൾ. പിന്നെ മണ്ണെണ്ണ വായ്ക്കകത്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിച്ചാൽ അത് ഓക്കെ ആവും, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ സാറ് അത് നല്ലപോലെ നമുക്ക് പറഞ്ഞ് ക്ലിയറാക്കി തന്നു. പിന്നെ ധൈര്യത്തോടെ ഞങ്ങൾ വിട്ടു ഇതിനായിട്ട്. ഇപ്പം ധൈര്യമുണ്ട്, കുട്ടികളെ വിശ്വാസം ഇപ്പം പൂർണ്ണ ധൈര്യം. ഓക്കെ ഓക്കെ. കൃത്യമായൊരു ട്രെയിനർ, ഒരു നല്ല ട്രെയിനർ ഇല്ലാതെ ഫയർ ഡാൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് നമ്മുടെ റിക്വസ്റ്റ് ആണ്, ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൻ്റെ റിക്വസ്റ്റ് ആണ്. എന്ത് കല പഠിച്ചാലും കലകൾ പ്രത്യേകിച്ച് സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങരുത്. ശരിക്കും സീസൺഡായ ഒരു ഗുരുവിൻ്റെ കീഴിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. നിങ്ങളെ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ദിസ് ഈസ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. അങ്ങനെ ഒരു മനോഹരമായ എപ്പിസോഡ് കൂടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട് ചാന്ദിനി. യെസ് ചാന്ദിനി, നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് എന്താ തോന്നിയത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്? എനിക്ക് കുട്ടികളെല്ലാവരും തീയോണ്ടൊക്കെ കളിച്ചത് കണ്ടപ്പം എസ്പെഷ്യലി എന്താ മേഘ കാലും കൈയും എല്ലാത്തിനും ഐ തിങ്ക് കണ്ടപ്പം ഇടയ്ക്കിടയ്ക്ക് മേലെ വീണ് കത്തിപ്പോയാലോ. ബട്ട് I enjoyed it. So thank you so much. മേഘയുടെ പെർഫോമൻസിനെ കുറിച്ചാണ് ഒരു സെലിബ്രിറ്റി ഇവിടെ വന്നിട്ട് 2 ദിവസമായിട്ടിരുന്നിട്ട് ഒരാളെ പറ്റിയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മേഘയാണ്, ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയിപ്പോ. ഒരു കൈയടി മേഘയ്ക്ക്. സ്കോർപിയോ ഗ്രൂപ്പിലെ എല്ലാവരും സൂപ്പർ സ്റ്റാർസ് ആയിട്ടിരിക്കുകയാണ്, ഒപ്പം അവരുടെ ടീച്ചറും മാസ്റ്ററും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൻ്റെ വേദിയിൽ വന്ന് ഒരുപാട് പെർഫോമൻസുകൾ കണ്ടു, ആസ്വദിച്ചു. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു ഇതേവരെ ഒരു സർക്കസ് ഒന്നും ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ്സ് നൈസ്. നിങ്ങളിവിടെ സർക്കസ് എന്ന് പറയുമ്പം ലൈക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ട്സ് ഉണ്ടല്ലോ. സോ എന്തായാലും ബോറടിക്കാനുള്ള ചാൻസ് തന്നിട്ടില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഹോപ്പ്ഫുള്ളി ഇനിയും വിളിക്കല്ലോ. തീർച്ചയായിട്ടും വരണം, നമ്മൾ വിളിക്കും. വേറെ ഒരു സിനിമ ഇതുപോലെ തന്നെ ഇപ്പോൾ CAAയുടെ പ്രൊമോഷനും കൂടി ആയിട്ടാണ് വന്നത്. അതിൻ്റെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവച്ചു. അപ്പോൾ ഇനിയും അതുപോലെ എന്താ പറയുക കുറേ സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൻ്റെ വേദിയിൽ എത്തണം. ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താണ്? ഒരു പാർട്ടി ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലിബ്രിറ്റി ഗസ്റ്റിനെ ഒരു അത്യാവശ്യം പാട്ടും പാടാറുണ്ട്. അപ്പൊ പാട്ട് പാടി നമ്മൾ ഡാൻസ് കളിച്ച് പിരിയുന്നു. നമ്മൾ ഇനി മ്യൂസിക്കിലാണ് നമ്മുടെ ഈ അവസാനത്തെ പരിപാടി നടക്കുന്നത്. അല്ല, അതിന് കലേഷേട്ടന് മ്യൂസിക്കിനെ പറ്റി എന്താണ് എന്തെങ്കിലും? മ്യൂസിക് പറ്റി என்ன தெரியுமா? பீட்டரக்காக நம்மள பத்தி தெரியல. अभी देखो चुपिस्तानो. வந்தாலும் போரம் போகாது இந்த பாட்டு. மைக்கேல் வந்தாலும் மடோனா வந்தாலும் தொத்து போகாது தமிழ் கானா பாட்டு. பாடி 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 கைப்படாத CD 1000 வாட் பல்பு போல கண்ணு தூசு தேடி.
வாட்டர் அவ தள்ளிக்கிட்டு போறது உன் டாட்டர் ஹே ராமே கூல் மாமே நீ ஆடுறது டே நைட் கேம் ஹே 18 வயசுல பேசிக்கிட்டா தப்புல கொட்டப்பட்ட மலைய மட்டும் ஏறாது பாட்டில் நான் கொலுக்குடா தெட்டரு நான் கலக்குடா சச்சினோட பாலிசி மாறாதே கேளுங்க இது காணா பாட்டு கவலைக்கெல்லாம் கல்கா கொடுக்கும் பாட்டு എൻ്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കൂ, എൻ്റെ കണ്ണുകളിലേക്ക് മാത്രം. എൻ്റെ പൊന്നോ എൻ്റെ കണ്ണ്. ഇപ്പം ഈ സെൻറ്ററിലൊരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസും കഴിച്ച് ഈ ലൈറ്റ് മൊത്തം കെടുത്തി കഴിഞ്ഞാൽ എന്നാ രസമായിരുന്നായിരിക്കും.